ഹലോ, എല്ലാവർക്കും എൻ്റെ വളരെ ലേറ്റായ ഓണം വ്ലോഗിലേക്ക് സ്വാഗതം. ഓണത്തിൻ്റെ അന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഫസ്റ്റ് ചെയ്ത കാര്യം ഓണപ്പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. തലേദിവസം തന്നെ പൂക്കളിടാനുള്ള എല്ലാ പൂക്കളും നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷെ അത് തികയില്ലെന്ന് ഞങ്ങൾക്ക് ആദ്യമേ അറിയായിരുന്നു. അതുകൊണ്ട് രാവിലെ കുറച്ച് പൂക്കൾ കൊണ്ടുവന്നു, അത് നന്നാക്കി അതേസമയം തന്നെ അതിടാനുള്ള വരയ്ക്കലും സ്റ്റാർട്ട് ചെയ്തിരുന്നു. വരയൊക്കെ കസിൻ ചേട്ടനാണ് കേട്ടോ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളവിടെ സൈഡിൽ നിന്ന് പൂക്കളം നക്കുകയാണ് ചെയ്തത്. ചേട്ടൻ്റെ വരക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അതിനനുസരിച്ച് ഓരോരുത്തരായിട്ട് ഓരോ സൈഡിൽ നിന്ന് പൂക്കളിട്ട് തുടങ്ങി. പക്ഷെ വിചാരിച്ച പോലെ ഇല്ലായിരുന്നു, നല്ല സമയം എടുത്തിരുന്നു അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൂക്കളം ഭയങ്കര വലുതായിരുന്നു. എല്ലാത്തവണ നമ്മൾ വലിയ പൂക്കളം തന്നെയാണ് ഇടാറ്. ഓണത്തപ്പന വയ്ക്കുകയും ചെയ്യും, പൂക്കളും ഇടാറുണ്ട് ഞങ്ങൾ. എല്ലാവരും കൂടുമ്പോൾ പൂക്കളൊക്കെ ഒരുമിച്ച് നിൽക്കുന്നതും ഇടുന്നതൊക്കെ രസമാണല്ലോ. ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും നല്ല സമയമെടുത്തു. 10 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. ഇതാണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ വലിയ പൂക്കളം. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകാനുള്ള സമയമൊന്നും ഉണ്ടായില്ല. പൂക്കളിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് പൂക്കൾ കോർത്തു. എന്തിനാണെന്നല്ലേ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചിരുന്നു. ഈ ഓണത്തിനന്ന് ഞാൻ അയാളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് തോന്നി ബാക്കി വന്ന പൂക്കൾ ഞാൻ എടുത്ത് മാറ്റി വെച്ച പൂക്കളാണിത്, അതുകൊണ്ടൊരു മാല കൊടുത്ത് അയാൾക്ക് കൊടുക്കാമെന്ന്. വലിയ പൂക്കൾ ഇട്ട് കഴിഞ്ഞിട്ടും ബാക്കി കുറച്ച് പൂക്കൾ ബാലൻസ് വന്നിരുന്നു കേട്ടോ. അതുകൊണ്ട് മുറ്റത്തും കുറച്ച് പൂക്കളം പിന്നെയും ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്ന വിഷ്വൽസ്. പിന്നെ കുറച്ച് നേരം ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ആദ്യം തന്നെ വിളക്കത്ത് വയ്ക്കാന്നുള്ളൊരു സമ്പ്രദായം ഉണ്ടല്ലോ. വിളക്കത്ത് വയ്ക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കാരണവന്മാർക്കൊക്കെ, മരിച്ചുപോയ കാരണവന്മാർക്ക് വെക്കുന്ന സദ്യയാണ് കേട്ടോ. ചിലർ എന്ന് ഗണപതിക്ക് വയ്ക്കാമെന്നും പറയും. നമ്മളിവിടെ കാരണവന്മാർക്ക് വയ്ക്കാമെന്നാണ്. ഇത്തവണ അത് വയ്ക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. സാധാരണ എനിക്കിതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ മരിച്ചതുകൊണ്ട് അയാൾക്ക് വേണ്ടി വെക്കുന്ന ഒരു ഫീലായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്ത് ഓരോ കറിയും നോക്കി വിളമ്പി, എല്ലാം വിളമ്പിയിട്ടുണ്ടെന്ന് തീർച്ച വരുത്തി വിളക്ക് കത്തിച്ച് വാതിലൊക്കെ അടച്ചത്. ആ വിളക്ക് കത്തിക്കുമ്പോൾ ശരിക്കും എൻ്റെ മനസ്സിൽ ആൾ വന്നത് കഴിക്കണേ, ആൾ ഞങ്ങളെല്ലാം കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ആളത് വന്ന് കഴിച്ച് മനസ്സൊക്കെ നിറഞ്ഞ് നമ്മുടെ എല്ലാം സന്തോഷം കണ്ട് സന്തോഷമായിട്ട് തിരിച്ച് പോകുന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഞങ്ങളും പിന്നെ ഫുഡ് കഴിക്കാനായിരുന്നു. നല്ല സദ്യയായിരുന്നു കേട്ടോ. 2 കൂട്ടം പായസവും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പായസം ഒഴിച്ച് ഊണ് കഴിഞ്ഞാൽ പിന്നെ നല്ലൊരു ഉറക്കം വേണമല്ലോ. പക്ഷെ ഉറങ്ങാനൊന്നും പറ്റിയില്ല. എല്ലാവരും കഥ പറഞ്ഞ് അവിടെ ഇരുന്നു. അതോടുകൂടി ഈ വർഷത്തെ ഓണം തീർന്നു.